ത്രിഭാഷാ നയത്തിൽ കേന്ദ്രത്തിനെതിരായ തുറന്ന യുദ്ധം ബജറ്റ് പ്രഖ്യാപനത്തിലും തുടർന്ന് തമിഴ്നാട് സർക്കാർ. തമിഴ് ഭാഷയുടെ പ്രചാരണത്തിനും കീഴാടിയിൽ ഖനനത്തിനും സ്ത്രീ സുരക്ഷയ്ക്കും ബജറ്റിൽ പ്രത്യേക പദ്ധതികൾ പ്രഖ്യാപിച്ചു. അതേസമയം സംസ്ഥാന ബജറ്റിൽ രൂപയുടെ ചിഹ്നം തമിഴാക്കി മാറ്റിയതിനെതിരെ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ അടക്കം വിമർശനവുമായി എത്തി. ത്രിഭാഷാ നയത്തിൽ കേന്ദ്രത്തിനെതിരെ തമിഴ്നാട് തുടരുന്ന പ്രതിഷേധം ഭാഷായുദ്ധമായി മാറിയ സാഹചര്യത്തിലാണ് സംസ്ഥാന ബജറ്റ് അവതരണം. 2152 കോടി തടഞ്ഞുവെച്ച് കേന്ദ്രം തമിഴ്നാടിനെ ചതിച്ചെന്ന് പറഞ്ഞ് ബജറ്റ് അവതരണം ആരംഭിച്ച ധനമന്ത്രി തങ്കം തെന്നരശ് കേന്ദ്രത്തിന്റെ സാമ്പത്തിക ഉപരോധത്തിനും ഹിന്ദി അടിച്ചേൽപ്പിക്കൽ നയത്തിനുമെതിരെ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഇല്ലെന്ന് വ്യക്തമാക്കി. രൂപയുടെ ചിഹ്നത്തിന് പകരം തമിഴ് അക്ഷരമായ രൂ ആണ് ബജറ്റിൽ ഉപയോഗിക്കുക എന്ന് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ വ്യക്തമാക്കിയിരുന്നു. ബജറ്റ് അവതരണം തുടങ്ങിയതോടെ AIADMK BJP MLA മാർ സഭ ബഹിഷ്കരിച്ചു. തമിഴ്നാടടക്കം ഹിന്ദി ഇതര സംസ്ഥാനങ്ങളിൽ ഹിന്ദി പ്രചാരണത്തിന് വൻതുക വകയിരുത്തിയ കേന്ദ്ര നീക്കത്തിന് മറുപടിയെന്നോണം തമിഴ് പ്രചാരണത്തിന് പുതിയ പദ്ധതികൾ സംസ്ഥാന ബജറ്റിലുണ്ട്. ആദ്യഘട്ടം എന്ന നിലയിൽ ഭാഷാ പ്രചരണത്തിന് 10 കോടി രൂപയും തിരുക്കുറൽ മറ്റു ഭാഷകളിലേക്ക് മൊഴിമാറ്റുന്നതിന് 1.3 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. തമിഴ് ഒളിമ്പ്യാഡും വിദേശ രാജ്യങ്ങളിൽ പുസ്തകമേളകൾ ഉൾപ്പെടെ നടത്തി തമിഴ് ഭാഷയുടെ വമ്പൻ പ്രചാരണമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. പലകുറി കേന്ദ്ര സർക്കാർ തടസ്സപ്പെടുത്തിയ കീഴാടിയിലെ ഉത്ഖനനത്തിന് പ്രത്യേക തുക അനുവദിച്ചതാണ് ബജറ്റിലെ മറ്റൊരു സുപ്രധാന നീക്കം. തമിഴരുടെ പുരാതന പാരമ്പര്യം തെളിയിക്കുന്ന കീഴാടിയിലെ പഠനം കേന്ദ്ര സർക്കാർ തടസ്സപ്പെടുത്തുന്നുവെന്ന ആരോപണം നിലനിൽക്കെയാണ് ബജറ്റിലെ നീക്കം. കേന്ദ്ര നയങ്ങൾക്കെതിരെ തുറന്ന പോരിന് ആക്കം കൂട്ടുന്നതാണ് ബജറ്റിലെ പുതിയ പ്രഖ്യാപനങ്ങൾ. സ്ത്രീ സുരക്ഷയ്ക്കായി ഒന്നും ചെയ്യുന്നില്ലെന്ന പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് ബജറ്റിൽ സ്ത്രീകളുടെ ഉന്നമനത്തിന് വിവിധ പദ്ധതികൾ പ്രഖ്യാപിച്ചാണ് തമിഴ്നാട് സർക്കാരിൻ്റെ മറുപടി. സിവിൽ സർവീസ് പരിശീലനമടക്കം വിദ്യാഭ്യാസത്തിനും പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. രൂപയുടെ ചിഹ്നം മാറ്റിയ സ്റ്റാലിൻ്റെ നടപടിയെ വിഘടനവാദമെന്നാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ വിളിച്ചത്. റുപ്പി ചിഹ്നം രൂപകൽപ്പന ചെയ്ത DMK മുൻ MLA മകൻ കൂടിയായ ഉദയകുമാറിനെ സ്റ്റാലിൻ അപമാനിച്ചെന്നാണ് BJPയുടെ ആരോപണം. BJP സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലയും ഇത് ആവർത്തിച്ചു. അതേസമയം രൂപയുടെ ചിഹ്നം തമിഴിലാക്കിയതിനല്ല, ടാസ്മാക് അഴിമതിയിലും സംസ്ഥാനത്ത് സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ വർദ്ധിച്ചു വരുന്ന ആക്രമണങ്ങളിലും പ്രതിഷേധിച്ചാണ് സഭ വിട്ടിറങ്ങിയതെന്ന് പ്രതിപക്ഷ നേതാവ് എടപ്പാടി പളനിസ്വാമി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം.